ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ മലയാള സിനിമയിൽ നെടുന്നുള്ളായി നിൽക്കുന്നത് കൊണ്ടാണ് ആൾക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം പക്ക പ്ലാനായി ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ കോടതിക്കെതിരെ അല്ലെങ്കിൽ ജമാഅത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബം പോലും ആ സ്ഥലത്ത് കാണില്ല. ഇത് ആർട്ട് ഫീൽഡായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണത്. ആൾക്കാർ ഈ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. എന്നോട് ചോദിക്കരുത്, എനിക്ക് ആ മനുഷ്യനെ ഓർക്കുന്ന പോലും ഇഷ്ടമല്ല. ഈ വരുന്ന ഡിസംബർ 18 നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ബബബ റിലീസിന് ഒരുങ്ങുകയാണ്. ഒരുപാട് പേർ സിനിമ കാണും എന്ന് പറയുമ്പോഴും മറുപുറത്ത് ഒരുപാട് പേർ സിനിമ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈയിടയ്ക്ക് വന്ന ഒരു കേസ് തന്നെയാണ് അതിന് പിന്നിലെ കാരണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് 30th IFFK നടക്കുന്ന ടാഗോർ തിയേറ്ററിലാണ്. അപ്പോൾ ഇവിടെ സിനിമ കാണാൻ വന്നവർക്ക് ഈ വിഷയത്തെ പറ്റി എന്താണ് പറയുന്നതെന്ന് അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കതൊന്ന് അറിയാം. നമ്മൾ ഡിസംബർ 18 നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ബബബ റിലീസ് ആവാൻ പോവാണ്. കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോകുന്നുണ്ട്, എന്തായാലും പോകും. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകും. ചേട്ടാ, ഇപ്പം ഈ അതിജീവിതയുടെ ആ ഒരു കേസ് വന്നതിന് ശേഷം ഈ ഒരു കേസിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് സിനിമ ബഹിഷ്കരിക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ദിലീപ് എന്ന് പറഞ്ഞ ആക്ടറെ അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതിൽ ഇപ്പം കേസിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ കോടതിയാണ് പറയേണ്ടത്. അത് കോടതി അതിനുള്ള വ്യക്തമായ വിധി വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അപ്പീൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് കേവലം ഒരാളുടെ മാത്രം കലയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കലയാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെ മാറ്റി നിർത്തിയിട്ട് ആ സിനിമയെ കാണാൻ നമുക്ക് പറ്റത്തുമില്ല. ആളൊരു ആക്ടർ ആയതുകൊണ്ട് അതിൽ വർക്ക് ചെയ്ത ബാക്കി ടെക്നീഷ്യന്മാരെയും ബാക്കി ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും ക്രിയേറ്ററായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി കാണും. ഇപ്പോൾ ലാലേട്ടൻ ദിലീപ് ഏട്ടനോടൊപ്പം ഒരു റോളിൽ അതിൽ അഭിനയിക്കുന്നുണ്ട്. ലാലേട്ടനെതിരെ വ്യാപക വിമർശനമാണ് വരുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു നടൻ്റെ കൂടെ അഭിനയിച്ചു എന്ന പേരിൽ ഒരു ആക്ഷേപം നേരിടുന്നത്? ലാലേട്ടന് ആക്ഷേപം നേരിടുന്നത് ഫസ്റ്റ് ടൈം ഒന്നുമില്ലല്ലോ. പുള്ളി ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാറേ ഉള്ളൂ. അത് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഇപ്പം പറയുന്നവർക്ക് എന്താ പറഞ്ഞുള്ളത്, ഇത് കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരാളുടെ കൂടെ അഭിനയിച്ചു, ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തോരം ആക്ടർ ഇവിടെ ഉണ്ട്. അവരെ കൂടെ അഭിനയിച്ച ആളുകൾക്കൊന്നും ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അവരെ കൂടെ അഭിനയിച്ച ആളുകൾക്കൊക്കെ ഇതിപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ മലയാള സിനിമേൻ്റെ നെടുന്നുള്ളായി നിൽക്കുന്നത് കൊണ്ടാണ് ആൾക്കെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം പക്ക പ്ലാനായി ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു ന്യായമാണ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ തെളിവുകൾ എന്താണെന്നോ കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കോടതി വിധിയെ മാനിക്കുന്നു. മുകളിലോട്ട് പോയിട്ട് ഇതിന് തിരുത്തിക്കൊണ്ടൊരു വിധി വരികയാണെങ്കിൽ അതിനെയും മാനിക്കും. കാരണം എപ്പോഴും കോടതിയെയും അതിൻ്റെ നമ്മുടെ നിയമങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൾസർ സുനി ആയിരുന്നാലും മാർട്ടിൻ ആയിരുന്നാലും അവർക്കെതിരെ എന്തായാലും തെളിവുണ്ട്. ആ ഒരു രീതിയിലാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആ തെളിവുകളുള്ള പ്രതിക്ക് വലിയൊരു നീതി വാങ്ങിച്ചു കൊടുക്കാതെ ദിലീപിനെതിരെ കുറേ പേര് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താ അഭിപ്രായം? ഇത് ദിലീപ് തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്ലാൻ ചെയ്ത് എനിക്കെതിരെ ഗൂഢാലോചന ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ദിലീപ് 6ാം പ്രതിയോ അങ്ങനെ എന്തോ ആണ്, 6ാം പ്രതിയോ എന്തോ ആയിരുന്നു എന്നാണ്. അപ്പം ഈ 7ാം പ്രതിയെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒഴിവാക്കി എന്ന് പറയുന്നു. അത് തെളിവുകളുടെ അഭാവത്തിലായിരിക്കുമല്ലോ കോടതി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. ഞങ്ങൾക്ക് തെളിവാണ് വേണ്ടത്, ആരോപണമല്ല. അതെ, കോടതിയിൽ ചെന്നാൽ എന്തായാലും തെളിവാണ് വേണ്ടത്. ആ തെളിവുകളുടെ അഭാവത്തിലാണല്ലോ വിട്ടത്. ഇനി മുകൾ കോടതി പോയിട്ട് തിരിച്ചാണ് വരുന്നത്, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അതിനെയും മാനിക്കും. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിനെ പൂർണ്ണ വിശ്വാസമുണ്ട്. ഡിസംബർ 18 നമ്മുടെ ദിലീപേരൻ്റെ ബബബ റിലീസ് ആവാൻ പോവുകയാണ്. കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, ദിലീപിൻ്റെ പടമേ കാണൂല. എന്താ റീസൺ? എന്താണ് റീസൺ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് റീസൺ അറിഞ്ഞൂടെ? ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. എന്നോട് ചോദിക്കരുത്, എനിക്ക് ആ മനുഷ്യനെ ഓർക്കുന്ന പോലും ഇഷ്ടമല്ല. ഷോയാണ്, അതിൻ്റെ ഒരാവശ്യവുമില്ല. അത് പോയിട്ട് 25 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ ഇപ്പം ബസ്സിൽ വിമർശിച്ചത് വളരെ മോശമായി പോയി. ആ സ്ത്രീയുടെ മകൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അവന് നാളെ ഇതുപോലൊരു അവസരം ഉണ്ടാവും. അപ്പോഴാ സ്ത്രീ മനസ്സിലാക്കിക്കോളും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോഴേ അവർക്ക് മനസ്സിലാവും. 25 വർഷം കഴിഞ്ഞ സിനിമ ഇപ്പോഴാണ് ബഹിഷ്കരിക്കുന്നത്. അതും പോയിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നലെ ഒരു ന്യൂസ് ചാനൽ എന്തോ വരുന്നുണ്ട്, ഒരു സംഘടനയുടെ ആളായിരുന്നു, പെട്ടിപ്പിരിവും കൊണ്ട് നടക്കുന്നില്ലേ, മറ്റേ ഗ്യാരേജിൽ ആളുകൾ ബസ് ഇറങ്ങുമ്പോൾ അവരെ കൂടെ
100 മീറ്റർ 500 മീറ്റർ പുറകെ അതിൻ്റെ ആളായിരുന്നു അവരെന്ന് അറിയില്ല, സത്യം അറിയില്ല, അതിൽ കിടക്കണുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശം ബിഹേവിയറുള്ള സ്ത്രീയാണ് അവരെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം അറിഞ്ഞൂടാ, അതിൽ കിടക്കണുണ്ട്. എന്നിട്ടാണ് അവർ ഈ പട്ടി ഷോ കാണിച്ചത്. സാർ, ഇപ്പം ഈ സിനിമ ബബബയും ഒരുപാട് പേര് ബഹിഷ്കരിക്കുകയാണ്. ഞാൻ ബഹിഷ്കരിക്കില്ല. ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നാണ് ഇന്ത്യൻ ഭരണഘടന. ഇല്ലെങ്കിൽ അവർക്ക് ഇന്ന് ഹൈക്കോടതിയിൽ പോവാം. അത് ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, റിവ്യൂ എല്ലാം ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോവാം. സുപ്രീം കോടതിയിലും അതുപോലെല്ലാം ഉണ്ട്. എന്നിട്ടും അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ ഇന്ത്യ വിട്ട് വെളിയിൽ അങ്ങനെ രാജ്യത്ത് നിന്ന് താമസിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്കറിയാലോ സാർ, തെളിവുകളാണ് കോടതിയുടെ മുന്നിൽ വേണ്ടത്. തെളിവുകളുടെ സാന്നിധ്യത്തിൽ പൾസർ സുനിയായിരുന്നാലും മാർട്ടിനായിരുന്നാലും ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും കിട്ടാത്ത, അവർക്ക് കൊടുക്കാത്ത ശിക്ഷയാണ് ദിലീപിന് വേണമെന്നാണ് ഇപ്പോഴും ചിലർ വാദിക്കുന്നത്. ഇതിനോട് യോജിക്കാൻ കഴിയുന്നതാണ്? ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയും കോടതി പറയുന്നതും നമ്മൾ അനുസരിക്കണം. ഇത് ഇവർക്ക് ഈ പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. വേറൊരു രാജ്യത്ത് നിന്ന് ജീവിച്ചിട്ട് അവിടുത്തെ നിയമം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സൗദി അറേബ്യയിൽ 10 വർഷം ജീവിച്ച ആളാണ് ഞാൻ. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ കോടതിക്കെതിരെ അല്ലെങ്കിൽ ജമാഅത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബം പോലും ആ സ്ഥലത്ത് കാണില്ല, അബോളിഷ് ചെയ്യാൻ ആരും ചോദിക്കുന്നില്ല. ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു വെളിയിൽ എവിടെയെങ്കിലും രാജ്യത്ത് നിന്ന് ജീവിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ ഭരണഘടനയും കോടതിയും അംഗീകരിക്കാത്തവർ ഇവിടെ ജീവിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ബബബ റിലീസാവാൻ പോവാണ്. കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോകുന്നുണ്ടോ? ഇപ്പം നമുക്കറിയാലോ, നടിയെ ആക്രമിച്ച കേസ്, ആ ഒരു കേസിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബബബ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എന്താ അതേപ്പറ്റി പറയാനുള്ളത്? ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു നടൻ്റെ മാത്രമല്ലല്ലോ. അല്ല, ഒരു നടൻ്റെ മാത്രം സിനിമയായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണെങ്കിലും അതിൽ ടെക്നിക്കൽ ടീമാണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്തവരാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരുപാട് ആളുകളുടെ ഒരു ഹാർഡ് വർക്കാണ് ഒരു സിനിമ. അതൊരു നടൻ്റെ ഒരു കേസിനെ ബേസ് ചെയ്തിട്ട് അതിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്തായാലും ആ ഫിലിം തിയേറ്ററിൽ വന്ന് പോയി കാണും. എനിക്കിഷ്ടപ്പെട്ട ഞാൻ അതിന് നല്ലതെന്ന് പറയും. ഞാനതൊരു സിനിമയായിട്ടാണ് കാണുന്നത്. ഞാനത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് സിനിമ. ഞാനതിനെ അത്രേ കാണും. തനിക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അത് മാത്രമാണ് ഞാനതേ നോക്കുന്നുള്ളൂ. അതിൽ അവരുടെ കേസുണ്ട്, ഇവരുടെ കേസുണ്ട്. അത് ഞാൻ ആ സിനിമയിലേക്ക് വലിച്ചെടുക്കുന്നില്ല. സിനിമയെ ഞാൻ സിനിമയായിട്ട് കാണും. ഇവള് പറഞ്ഞ പോലെ തന്നെ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ആർട്ട് ഫീൽഡാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ കഷ്ടപ്പാടാണ് സിനിമ. അപ്പോൾ ഈ നടൻ്റെ പേരിലൊരു കേസ് വന്നു, അതിജീവിതക്കെതിരെ നമ്മൾ നിൽക്കണം, അതിജീവിതക്ക് ഒപ്പരം നിൽക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ സിനിമേൻ്റെ ഉള്ളിലുള്ള കാര്യമല്ല. ഇയാളൊരു നടനായതുകൊണ്ടാണ് നടൻ്റെ പേരിൽ കേസ് എന്നുള്ള രീതിക്ക് വരുന്നത്. അല്ലാണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ആർട്ട് ഫീൽഡായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത് ആൾക്കാർ ഈ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാളെ പേഴ്സണലി ഇഷ്ടമാവുന്നില്ലെങ്കിൽ അതൊരു പേഴ്സണൽ ചോയ്സാണ്, പേഴ്സ്പെക്റ്റീവാണ്. നമ്മളത് ഫിലിമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ KSRTC ഇഷ്യൂ കണ്ടല്ലോ. ആ അമ്മയുടെ മോൻ പറഞ്ഞു എന്നുള്ളത് വഷളൻ്റെ സിനിമ കാണണ്ട എന്നുള്ള രീതിയിലേക്കാണ്. അത് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് എത്രത്തോളം ക്രിമിനാലിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ അമ്മ. നമുക്ക് ചിന്തിച്ച് മനസ്സിലാവുമല്ലോ. ആ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളാണ് ഇതൊക്കെ. നമ്മളൊരു സിനിമ കാണണോ വേണ്ടിയോ, അത് ആ നടനെ നമ്മൾ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിനെ നമ്മുടെ പേഴ്സണലി ചോയ്സാണ്. ഇത് ഈ കുട്ടീൻ്റെ ഉള്ളിൽ, ഈ ഒരു 8 വയസ്സുള്ള കുട്ടീൻ്റെ ഉള്ളിൽ ഈ ഒരു അമ്മ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു വഷളം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ കുട്ടി കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ സിനിമ അല്ലെങ്കിൽ ഈ നടനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ ഈ കുട്ടിയും ചിന്തിക്കും, ഞാൻ അന്ന് അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കുട്ടീനെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കുട്ടീൻ്റെ സാഹചര്യങ്ങളാണ് കുട്ടീനെ അങ്ങനെ പറഞ്ഞത്. അതേപോലെ ഈ സിനിമ ബഹിഷ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എഡ്യൂക്കേഷൻ പർപ്പസാണ്. പലതും നമ്മളിപ്പോൾ സിനിമയിലൂടെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ സിനിമേനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ബാധിക്കപ്പെടേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തായാലും ഈ പടം കാണും. ഞാനിവൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യും. നടിയെ ആക്രമിച്ച ആ കേസ് ഉണ്ടല്ലോ, അതിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതായത് ഇപ്പോൾ ഈ കേസിന് നമ്മൾ മീഡിയാസ് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഈ വ്യക്തിപരമായിട്ട് ആ അതിജീവിത വ്യക്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി നേരിട്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നാട്ടുകാരിലേക്ക് എത്തുന്നത് എന്നുള്ളതും കൂടി സൊസൈറ്റീൻ്റെ പെർസ്പെക്റ്റീവും കൂടി നമ്മൾ നോക്കണം. ഒരാൾ പറയുന്നു ഇയാളെ ഇങ്ങനെ പീഡിപ്പിച്ചു, ആ പീഡനത്തിനിരയായ ആൾ പറയുന്നു പീഡനം നടന്നിട്ടില്ല. സൊസൈറ്റി ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് സത്യം അറിയൂ. കുട്ടിക്ക് ചുറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ സത്യം അറിയത്തുള്ളൂ. നമ്മളിലേക്ക് എത്തുന്ന വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ.
അതൊക്കെ അയാളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അയാൾക്ക് നീതി കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെപ്പറ്റി സംസാരിക്കുമല്ലോ. അപ്പോൾ അയാൾ സംസാരിച്ചത് എന്താ, കൂടെ നിന്നവർക്ക് നന്ദിയെന്ന് മാത്രം. അപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് എന്താ തോന്നുന്നത്, നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പല ഇൻഫർമേഷൻസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു ഒപ്പീനിയൻ പറയാൻ ആരുമല്ല. അവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഷെയർ ചെയ്തത് പ്രകാരമാണെങ്കിൽ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരവരുടെ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കേസ് വന്നതിന് ശേഷം ഇപ്പം നമുക്കറിയാം, 1-ാം പ്രതി 2-ാം പ്രതി പൾസർ സുനിയായിരുന്നാലും മാർട്ടിനായിരുന്നാലും അവർക്കെതിരെ തെളിവുണ്ട്, കോടതി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയതിനെക്കാട്ടിയും വലിയൊരു ശിക്ഷ ദിലീപിന് കിട്ടണം. ദിലീപിനെതിരെ ഒരു തെളിവ് പോലും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. എന്താ അതേപ്പറ്റി പറയാനുള്ളത്? ഇപ്പം പ്രതിയായിട്ട് അവർ തെളിവ് കണ്ടുപിടിച്ചവർക്ക് ഇതിനെക്കാട്ടിയും വലിയൊരു ശിക്ഷ ഏതോ ഫിലിമിലെ ഡയലോഗ് പറഞ്ഞ പോലെ പ്രതി ഞാനാവണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ചില ടൈമിൽ തോന്നുന്നുണ്ട്. നമ്മൾ കാണുന്ന പല കണ്ടന്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൽ തോന്നുന്നത് ആർക്കൊക്കെയോ ദിലീപാണ് എന്ന് തീർക്കണം. ദിലീപ് തന്നെയാണ് പ്രതി, ദിലീപ് തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോലെ ഒരുപാട് കണ്ടന്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു എഡിറ്റേഴ്സ്, കുറേ ഇൻസ്റ്റഗ്രാം എഡിറ്റേഴ്സ് ഉണ്ട്, കുറേ നമുക്ക് ഈ സോഷ്യലി നമ്മളെ വിഷം കുത്തി വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഇൻസ്റ്റഗ്രാം എഡിറ്റേഴ്സ് എല്ലാവരും അല്ല, ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുന്ന, ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അറിയുന്ന, അങ്ങനെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഏത് എടുക്കണ്ടേ? നല്ലതും വരുന്നുണ്ട്, ഇയാൾക്കെതിരെയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാകും ഇതിൽ ഏതാണ് ശരി എന്നുള്ളത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരി, അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ശരി. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപിൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് വല്ല വിഷയങ്ങളുള്ള ആളുകളായിരിക്കണം ഇയാൾ തന്നെ കുറ്റക്കാരനാവണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ. അതാവാം ഇവർ ഈ എന്താ പറയുക കുത്തിയതിൻ്റെ മേലെ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ടാവാം എന്നാണ് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ജനപ്രിയ നായകനാണ്. ആൾക്കാർ അങ്ങനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അതിൻ്റെതായ ഒരു സ്കില്ലുണ്ടാവുമല്ലോ എന്തായാലും. തീർച്ചയായിട്ടും. അതെ, അതിൽ തന്നെ കുറച്ച് വിശ്വസിക്കുന്നു. അതെ, അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു.